ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് മെർലിനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു ഗെയിം കളിക്കാൻ പോവാണ്. ആൻഡ് ഇതിൻ്റെ പേരാണ് ഡീമോണോളജി. ഇത് ഞാൻ കളിച്ചിട്ടുണ്ട്, സോളോ ആയിട്ടല്ല ഞാൻ കളിച്ചിട്ടുള്ളത്. ബട്ട് ഇപ്രാവശ്യം നമ്മൾ സോളോ കളിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇത് നല്ലൊരു ഗെയിമാണ്. നമ്മളൊരു വീട്ടിൽ കയറിയിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ കുറച്ച് എക്വിപ്മെൻറ്റ്സ് കാണും. അപ്പോൾ അതും വെച്ചിട്ട് നമ്മൾ ഡീമൺസിനെ കണ്ടുപിടിക്കണം, അത്രേ ഉള്ളൂ. സോ ഇതൊക്കെയാണ് എക്വിപ്മെൻറ്റ്സ്. എനിക്ക് ഇത് വേണം. നമുക്കിനി ജോബ് സൈറ്റ് ജൂനിപ്പർ റോഡ് എടുക്കാം. എനിക്ക് ആദ്യമേ ശബ്ദം ഒന്ന് ശരിയാക്കട്ടെ. നമുക്ക് 2 മതിയായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മുടെ ഇവിടെ വീട്ടിലെത്തി. എൻ്റെ വേറെ എന്തെങ്കിലും ഒബ്ജക്റ്റ് വേണ്ട. ട്രിഗർ റീച്ച് ബിലോ. എനിക്കിതുവരെ നല്ല മനോഹരമായ വീട് അല്ലേ. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ അതിൻ്റെ അകത്തൊരു പ്രേതമുണ്ട്. നമുക്ക് EMF-ഉം ഇതൊക്കെ എടുക്കാം. അയ്യോ ഞാൻ ചാർജ് ആയിരുന്നു, സോറി. ഞാനോർത്ത് നമുക്ക് ആദ്യമേ ഇത് വെച്ചിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയാലോ. നമുക്ക് ഈ ഡോറ് തുറക്കാം, കാരണം ഇവിടെയാണ് നമുക്ക് അല്ലേ. ഇതാരാ പറക്കണേ? അപ്പോൾ ഇവിടെയാണ് പ്രേതം. കാര്യം മനസ്സിലായ? ഇതാണ് കാര്യം. അവിടെയാണ് പ്രേതം. അയ്യോ ഓടിക്കോ. ഇവിടെ ഒരു ജേണലുണ്ട്. അപ്പോൾ ഈ ജേണലിൽ ഇങ്ങനെ ഗോസ്റ്റ് ടൈപ്പ് ഇങ്ങനെ എഴുതിയേക്കും. നമ്മൾ ഈ എവിഡൻസിൽ പോയിട്ട് നമ്മുടെ എവിഡൻസിൽ എന്തൊക്കെയാണോ നമ്മൾ കണ്ടത് അത് നമ്മൾ സർക്കിൾ ചെയ്യണം. ഇപ്പം നമ്മൾ എന്താ കണ്ടത്? നമ്മൾ ഒരു തിളങ്ങണ ഒരു റൗണ്ട് പോലത്തെ പറക്കണ ജീവി, അതാണ് പ്രേതം. അപ്പോൾ ഗോസ്റ്റ് ഓർബാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മളത് സർക്കിൾ ചെയ്ത് ഇത് സർക്കിൾ ചെയ്യുന്തോറും നമുക്ക് ഗോസ്റ്റ് ഏതാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതെന്താ ഈ ചാർജർ ഇങ്ങനെ കളിക്കണ? ഇതെന്തെന്നാ? ഒന്നുമില്ല. ഓക്കെ, നമുക്കിനി ഇതെടുത്താലോ. ലേസർ പ്രൊജക്റ്റ്. ഇതിൻ്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ പ്രേതത്തിന് എപ്പോഴാണ് ട്രിഗർ ആവുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഓക്കെ, എപ്പോൾ വേണേലും ട്രിഗർ ആവും. ഇതെന്തെന്നാ? ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്കിത് താഴെ വെച്ചിട്ട് ഇതും എടുക്കാം, കാരണം ഇത് ഈ ആവശ്യമുണ്ട്. അതുകൊണ്ട് ഇത് താഴെ വെക്കുക, ഇതും താഴെ വെക്കുക. എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, ടെമ്പറേച്ചർ 15 4 ഇപ്പോൾ 1. ടെമ്പറേച്ചർ മൈനസ് ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം പ്രേതമുണ്ട്. മൈനസായി അപ്പോൾ മൈനസായി. ഓടിക്കോ. മൈനസായി. അപ്പോൾ ഇതിൻ്റെ ആവശ്യം ഇനിയില്ല, മൈനസായി. അപ്പോൾ നമ്മൾ ഫ്രീസിങ് ടെമ്പറേച്ചർ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഈ പ്രേതത്തിൻ്റെ ലിസ്റ്റിൻ്റെ അകത്ത് ബാൻഷി ഗോൾ വെക്സ്. ബാൻഷി ആര്? താനാണോ? ബാൻഷിക്ക് ഹാൻഡ് പ്രിൻ്റ്. ഗോൾ ആര്? സ്പിരിറ്റ് ബോക്സ്. വെക്സ് വിതറായിട്ടില്ല. വിതറില്ല. നിൽക്കേ, ഞാനൊന്നുകൂടെ നോക്കട്ടെ. വെക്സ്, ബാൻഷി, ഗോൾ. നമുക്കിനി പുറത്ത് ട്രിഗർ ആവുന്നതിന് മുമ്പ് പുറത്ത് പോയിട്ട് നമുക്ക് ഈ സാധനം എടുക്കാം. ഓക്കെ, നമുക്ക് ഈ വീട്ടിലൊക്കെ ട്രിഗർ ആവണം എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഉപ്പ്. നമുക്കിത് ഉപ്പ് വേണം കേട്ടോ. ഉപ്പ് ആദ്യമേ നമുക്ക് സ്പിരിറ്റ് ബോക്സ് എടുത്ത് സംസാരിക്കാം. ഹലോ ഡെത്ത് ചെപ്പഴ ചത്തേ. ഓടിക്കോ. നമുക്ക് 2 പ്രാവശ്യം റിപ്ലൈ വന്നില്ലേ? അതൊക്കെ ധാരാളം, അത് മതി. സ്പിരിറ്റ് ബോക്സ് ഗോളാണ്. പണ്ടാരം. ഓടിക്കോ, നമ്മുടെ ജോലി കഴിഞ്ഞ്. ഇത് അങ്ങേരായിരുന്നു. ഓക്കെ, അങ്ങേരുടെ മോന്താണ്ട്.
ഫ്രീസിങ്. ഓക്കെ, നമുക്ക് ജോബ് സൈറ്റ് ജൂനിപ്പർ തന്നെ. നമുക്ക് വേറെ കുറേ മാപ്പൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കുണ്ടല്ലോ നമുക്ക് തൽക്കാലം ഇത് ചെയ്യാം. ഓക്കെ, ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ഫോട്ടോ ക്യാമറ എനിക്ക് ക്ലിക്ക് ചെയ്യാൻ പറ്റും. കണ്ടാ? അപ്പം എനിക്കിതിൻ്റെ ആവശ്യമുണ്ട്. ഇത് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ പകുതി നമ്മുടെ കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്രാവശ്യം ചെറിയൊരു ലൈറ്റർ കണ്ടു. അത് ലൈറ്റർ ശരിക്കും പറഞ്ഞാൽ ട്രിഗർ ചെയ്യാനുള്ള സാധനമാണ്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഡോർ അങ്ങ് തുറന്ന് വെക്കുക. അതാണ് ആദ്യത്തെ മെയിൻ സ്റ്റെപ്പ് കേട്ടോ. അത് ചെയ്തില്ലെങ്കിൽ പിന്നെ അതെന്താ ലൈറ്റ്. ഓ ബോയ് മോണലിസ, ഇതിൻ്റെ അകത്തൊന്നും ഇല്ല. എന്തെന്നാ ഇതിൻ്റെ അകത്തൊന്നും ഇല്ല ഗൈസ്. നമുക്കിനി ഇത് ഇവിടെ വെക്കാം. കാരണം നമുക്കിത് വെച്ചിട്ട് നമുക്ക് പ്രേതത്തിനെ കാണാൻ പറ്റുമോ നോക്കാം. ലേസർ വെച്ചിട്ടേ. താങ്കൾ എവിടെയാണ്? പ്രേതത്തിനെ കണ്ടുകൂടാ. ടെമ്പറേച്ചർ നോക്കാം. 20, ഇവിടെ 19, ഇവിടെ 7 താഴോട്ട് തന്നെയാണ് പോണത്. അതാണ്ട് മ്യൂസിക് ബോക്സ്, അത് ട്രിഗർ ചെയ്യാനുള്ള ഐറ്റം ആയിരിക്കും. 6 ആയി. ഇവിടെ നിന്ന് വെയിറ്റ് ചെയ്തല്ല. 1 ഇവിടെ എവിടെയോ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ കളയാം. ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഫ്രീസിങ് ടെമ്പറേച്ചർ ഈ പ്രേതത്തിനെ കാണണമായിരുന്നു. പ്രേതം ഓടി വരൂ. ലൈറ്റ് ഓഫ് ആക്കി. ഇതിനെന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടോ? നമുക്കിനി സ്പിരിറ്റ് ബോക്സ് ട്രിഗർ ആക്കാം കേട്ടോ. നമുക്ക് ഇപ്രാവശ്യം അതിനെ ട്രിഗർ ആക്കാം. ഞാൻ ആ മ്യൂസിക് ബോക്സ് അതും കൂടെ എടുത്തിട്ട് നമുക്കിതിനെ ട്രിഗർ ആക്കാം. EMF ഓണാക്കിയിട്ട് ട്രിഗർ ആക്കിയല്ല. ഡോർ അടച്ച് പ്രേതം വന്നിട്ടില്ല. EMF 3, 5. EMF 5 ആയി. പക്ഷേ അതൊരു മില്ലി സെക്കൻഡിനാണ് 5 ആയത്. പക്ഷേ അത് 5 ആയി. പക്ഷെ അതും പോയാ അണ്ണാ പോയാ. ബുക്കിൻ്റെ അകത്തൊന്നുമില്ല, വിതറും ചെയ്തിട്ടും ഇല്ല. മൈ അങ്ങനെ റിബലാണ് കേട്ടാ. 3, 4, 5. റെവനൻ സ്പെക്ടർ ഉണ്ട്. റെവനൻ എന്താ ഉള്ളത്? സ്പെക്ടർ. പക്ഷെ ലേസർ പ്രൊജക്റ്റ് കണ്ടില്ല. ഇത് നല്ല പാടാണല്ലോ. ഇങ്ങനെ പോയില്ലേ? എൻ്റെ തൊട്ട് ഫ്രണ്ടിലുണ്ട്. ഇപ്പോഴാണ് ഒന്ന് ശരിയായത്. താങ്ക് യു. ഒന്ന് കൺഫേം ചെയ്യാൻ പറ്റി. റെവനൻ്റ് ഗോസ്റ്റ് റൈറ്റിംഗ് ഇല്ല. നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. മിക്കവാറും സ്പെക്ടർ ആയിരിക്കും. പക്ഷെ ലേസർ കണ്ടില്ല. ഇത് 5 താഴെ പോണില്ല. ഇപ്പോഴും ഫ്രണ്ടിലാണല്ലേ. അണ്ണാ ട്രിഗർ ആവല്ലേ അണ്ണാ. അണ്ണ ഈ ട്രിഗറാണ്.
ഓടിക്കോ. നമുക്ക് ഗസ് ചെയ്യാം. സ്പെക്ടർ ആണെന്നാ തോന്നണേ. ബൈ. ഡീമണാ? അതെങ്ങനെ? ഇതും കാണിച്ചപ്പോ ഡീമണുണ്ടേന്. ഞാൻ റെവനന്റ് സ്പെക്ടർ മാത്രമേ കണ്ടുള്ളൂ. സോറി ഗൈസ്, ഞാനത് ശ്രദ്ധിച്ചില്ല. ഓഫ്, ശേ, കുറച്ചും കൂടെ ശ്രദ്ധിക്കണമായിരുന്നു. നമുക്ക് ഒരു കളിയും കൂടെ കളിക്കാം, കാരണം കഴിഞ്ഞ കളി തോറ്റോണ്ട്. അത് നമ്മുടെ പണിഷ്മെൻ്റാണ്. ഓക്കെ, ഉപ്പില്ല. ഉപ്പ് നമുക്ക് എന്തെന്നാ നമുക്ക് ഇവിടെ വെക്കാം. ഇനി ഇത് ഇവിടെ വെക്കാം. നമുക്ക് അറിഞ്ഞൂടല്ലോ. 19, 8, 13. ഇവിടെ താഴോട്ടേക്ക് പോണ ടെമ്പറേച്ചർ ഇത് അപ്പുറത്താണ്. ഇല്ലല്ലോ, ഇതിൻ്റെ അകത്ത് എങ്ങനെ 13 വന്നേ? അപ്പം നമുക്ക് അറിഞ്ഞൂടാ ഗൈസ്. നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഫ്ലവർ പോട്ട് എന്താ ചെയ്യുക എന്നൊക്കെ നോക്കട്ടെ. ഇവിടെ വെക്കാം. EMF സ്പിരിറ്റ് ബോക്സ്. ഓ, ഞാൻ ഓർത്തു. ഓ, 5 ആയി. ഗോസ്റ്റ് റൈറ്റിംഗ് ആയി. ആസ്വാങ് റെവനന്റ് ഷാഡോ. നിൽക്കേ, ആസ്വാങ് വെതറായിട്ടില്ല. റെവനന്റ് 15, 9 ഇവിടെ തന്നെ ഉള്ള 10. നമുക്കൊരു കാര്യം ചെയ്യാം, ട്രിഗർ ആക്കാമല്ല. നമുക്ക് ട്രിഗർ ആക്കാം ഗൈസ്. പ്രേതം എവിടെ ഉള്ളതെന്ന് നോക്കാം. അത് ശരി, ഇവിടെ ഉള്ളേ. ഓടിക്കോ. വാഴ, റെവനന്റിന്റെ വാഴ. കണ്ടുപിടിച്ചേ. ഓക്കെ, ക്ലോസ്. അപ്പോൾ താങ്ക് യു ഗൈസ്. ഇത്രയേ ഉള്ളൂ ഗെയിം, ഇത്രയേ ഉള്ളൂ. ഇതിൽ കുറേ മാപ്സ് ഉണ്ട്, പക്ഷേ എനിക്ക് അതൊക്കെ ചെയ്യാനുള്ള ധൈര്യം വേണം. ധൈര്യം വേണമെങ്കിൽ ഒരാളും കൂടെ വരണം, എന്നാലേ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സോ അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ബൈ.